ആലുവ ശിവരാത്രി മണപ്പുറത്ത് കർക്കടക വാവുബലി തർപ്പണം നാളെ പുലർച്ചെ ആരംഭിക്കും. മഹാദേവ ക്ഷേത്രത്തിനു ചുറ്റും പുഴയോരത്തും വെള്ളപ്പൊക്കത്തിൽ ചെളി അടിഞ്ഞതിനാൽ പാർക്കിംഗ് ഏരിയയിലാണ് ബലിത്തറകൾ ഒരുക്കുക. 45 എണ്ണം ഉണ്ടാകും. ക്ഷേത്രത്തിലേക്കും പുഴയിലേക്കും ഭക്തർക്ക് പ്രവേശനം അനുവദിക്കില്ല. ഇവിടെ ബാരിക്കേഡ് കെട്ടി തിരിക്കും. കൊട്ടാരക്കടവ് മണപ്പുറം നടപ്പാലവും അടയ്ക്കും. തോട്ടക്കാട്ടുകര പറവൂർക്കവല വഴി വേണം മണപ്പുറത്ത് എത്താൻ. ഭജനമഠത്തിന് സമീപത്തെ ക്ഷേത്രത്തിൽ ഒരേ സമയം 250 പേർക്ക് ദർശനത്തിന് സൗകര്യമൊരുക്കും. തിരക്ക് നിയന്ത്രിക്കാൻ ഇവിടെ പോലീസിനെയും നിയോഗിക്കും. നിരീക്ഷണ ക്യാമറകളും സ്ഥാപിക്കും. ബലിത്തറകൾ സജ്ജീകരിക്കുന്ന പാർക്കിംഗ് ഏരിയയിലെ ചെളി നീക്കി തുടങ്ങി. മണപ്പുറത്തേക്കുള്ള റോഡുകളും ശുചീകരിക്കുന്നുണ്ട്. പാർക്കിംഗ് ഗ്രൗണ്ടിൽ തിരക്ക് അനിയന്ത്രിതമായാൽ മുൻ വർഷങ്ങളിലെ പോലെ മണപ്പുറം GCDA റോഡുകളിലും പിതൃകർമ്മങ്ങൾ നടത്താൻ അനുവദിച്ചേക്കും. ഇവിടെ ലൈറ്റും ഭക്തർക്ക് നിർദ്ദേശങ്ങൾ നൽകാൻ ഉച്ചഭാഷിണികളും സ്ഥാപിച്ചു. മണപ്പുറത്തേക്ക് വാഹനങ്ങൾ പ്രവേശിപ്പിക്കില്ല. മണപ്പുറം GCDA റോഡുകളിൽ വാഹന പാർക്കിംഗ് നിരോധിച്ചു. ബലിതർപ്പണത്തിന് എത്തുന്നവരിൽ നിന്നും അമിത നിരക്ക് ഈടാക്കുന്നില്ലെന്ന് ഉറപ്പുവരുത്തണമെന്ന് ഹൈക്കോടതി നിർദ്ദേശമുണ്ടെങ്കിലും കർക്കടക വാവുബലിക്ക് ദേവസ്വം ബോർഡ് നിരക്ക് നിശ്ചയിച്ചിട്ടില്ല. ശിവരാത്രി കഴിഞ്ഞാൽ മണപ്പുറത്ത് ബലിതർപ്പണത്തിന് ഏറ്റവുമധികം ആളുകളെത്തുന്നത് കർക്കടക അമാവാസിക്കാണ്. പിതൃക്കൾ മരിച്ച നാളോ തീയതിയോ അറിയാത്തവർക്കും വാവുബലിയിടാമെന്നാണ് വിശ്വാസം. സുരക്ഷയ്ക്ക് DYSP TR രാജേഷിന്റെ നേതൃത്വത്തിൽ 500 പോലീസ് ഉദ്യോഗസ്ഥർ ഉണ്ടാകും. അഗ്നിരക്ഷാസേനയുടെ ആംബുലൻസും മുങ്ങൽ വിദഗ്ധരും ഉണ്ടാകും. ശ്രീനാരായണ ഗുരു സ്ഥാപിച്ച അദ്വൈതാശ്രമത്തിൽ ശനിയാഴ്ച പുലർച്ചെ 3-ന് ബലിതർപ്പണം ആരംഭിക്കും. ഒരേ സമയം 500 പേർക്ക് ബലിയിടാം. ഇവിടെ ഞായറാഴ്ചയും ബലിയിടാൻ സൗകര്യം ഒരുക്കിയിട്ടുണ്ടെന്ന് ആശ്രമം സെക്രട്ടറി സ്വാമി ധർമ്മചൈതന്യ മേൽശാന്തി PK ജയന്തൻ എന്നിവർ പറഞ്ഞു. ന്യൂസ് ഡെസ്ക് ആലുവ.